നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ല ഇരിട്ടി കൂട്ടുപുഴ ഉളിക്കൽ പഞ്ചായത്തിൽ പേരട്ട എന്ന സ്ഥലത്ത് താമസിക്കുന്ന തോമാൻകുഴിയിൽ ജെസി ജോസഫ് എന്ന സഹോദരിയെയാണ് ഇന്ന് ശമരിയൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവർ ഒരു കൊറോണറി ഡിസീസിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ്. ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പേരട്ട വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ പേര് ബിജു വെങ്ങനപ്പള്ളി. ഞങ്ങളുടെ നാട്ടിൽ നാളുകളായി താമസിക്കുന്ന ശ്രീ സാജു തേമാങ്കുഴി എന്നവരുടെ ഭാര്യ ജെസ്സി വളരെ നാളുകളായിട്ട് കിഡ്നി സംബന്ധവും കരൾ സംബന്ധമായ രോഗത്തിൽ ചികിത്സയിലാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ. അതിപ്പം അവർ വിറ്റിട്ട് വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇരിട്ടി സ്വദേശിയുടെ കയ്യിലാണ് വീടുള്ളത്. അപ്പം കുറേ നാളുകളായി ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ട് ഷാജുവിന് പ്രത്യേക വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് അവർ പോകുന്നത്. അപ്പം ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ സഹപാഠികളുടെയും അതുപോലെ കുടുംബക്കാരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് മംഗലാപുരത്ത് ഇതുവരെ സഹോദരിക്ക് ചികിത്സ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ വലിയ പൈസ മരുന്നിന് തന്നെ വേണം. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ കുടുംബം വളരെ ബുദ്ധിമുട്ടിയാണ് മുമ്പോട്ട് പോകുന്നത്. മറ്റു വരുമാനങ്ങളൊന്നുമില്ല, മക്കൾക്കൊന്നും കറക്റ്റായിട്ട് ജോലികളൊന്നും ആയിട്ടില്ല. പുള്ളിക്കാരൻ ചെറിയ പണികളൊക്കെ എടുത്താണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ആ കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട് ചികിത്സയുമായി മുമ്പോട്ട് പോകാൻ. അതിന് ഉദാരമതികളുടെ സഹായം ആവശ്യമാണെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇവരുടെ ഭർത്താവ് തോമാൻകുഴിയിൽ ജോസഫ് മുൻപ് ഡിവൈനിൽ ഊട്ടുശാലയുടെയും സെക്യൂരിറ്റിയുടെയും മേൽനോട്ട ചുമതല നിർവഹിച്ചിരുന്ന വ്യക്തിയാണ്. ശ്രീമതി ജെസിക്ക് ശ്വാസം മുട്ടൽ എന്ന രീതിയിലാണ് അസുഖം തുടങ്ങിയത്. പിന്നീട് ലിവറിനെയും കിഡ്നിയെയും അസുഖം ബാധിച്ചു. ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുന്നതുകൊണ്ട് കടുത്ത ചുമ വരികയും ശ്വാസം മുട്ടൽ അനുഭവിക്കുകയും ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം കിടക്കേണ്ടി വന്നു. അസുഖം തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. ഇപ്പോൾ കാലിന് വേദനയായി, കാല് നിലത്ത് കുത്തുവാൻ പറ്റാത്ത രീതിയിലായി. ഇവരുടെ നട്ടെല്ല് ദ്രവിക്കുന്നത് കാരണം നടക്കുവാനും പ്രയാസമാണ്. എൻ്റെ പേര് ഷാജു. ഞാൻ ആദ്യമേ താമസിച്ചുകൊണ്ടിരുന്നത് ചുങ്കക്കുന്നിലായിരുന്നു. ചുങ്കക്കുന്നിൽ നിന്ന് ഇപ്പോൾ പേരട്ടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ 17 വർഷത്തോളമായി ഇവിടെ പേരട്ട താമസം തുടങ്ങിയിട്ട്. ഇവിടെ വന്ന് ഞാനിവിടെ ഒരു ചെറിയ 10 സെൻറ്റ് സ്ഥലവും മേടിച്ച് ഒരു വീടും വെച്ച് ഞങ്ങൾ താമസം തുടങ്ങിയാണ്. അപ്പോൾ വീടിന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വന്നുപോയി. ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായി. പിന്നെ ചികിത്സകൾ തുടങ്ങി. ഏകദേശം ഒരു 10-12 വർഷത്തോളമായി ഇങ്ങനെ ഷുഗർ തുടങ്ങി ഓരോരോ അസുഖങ്ങൾ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം നട്ടലിന് പ്രശ്നമുണ്ടായി. നട്ടലിൻ്റെ എല്ല് വളഞ്ഞിട്ട് ഇങ്ങനെ ഞരമ്പേ കുത്തിയിട്ട് ഒട്ടും നടക്കാൻ മേലാതെ കിടന്നു പോയായിരുന്നു. അങ്ങനെ ഒരു 2 വർഷത്തോളം വീട്ടിൽ കിടന്ന് പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്യിപ്പിച്ച് അത് ഏകദേശം ഒരു 2018 ഫാദർ മുള്ളേഴ്സിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ അപ്പത്തന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുമാത്രം പൈസ ചിലവുണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഇത് കണ്ടിന്യൂ ആയിട്ട് മരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം പിന്നെയും പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് പിന്നെയും ഈ ശ്വാസം മുട്ടലും അതിൽ പിന്നെയും തുടങ്ങി. അങ്ങനെ ഞങ്ങളിവിടെ ഇരിട്ടി, ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് ഇരിട്ടിയിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കി. അന്നേരം ഞാനിവിടെ ഇല്ല. ഞാൻ ശരിക്കും ഒരു 7 വർഷക്കാലം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകനായിരുന്നു.
എനിക്ക് കുറച്ച് കടബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കൊച്ചുമാത്തച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഒരു 6 മാസത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇവിടെ നിൽക്ക്, അപ്പോൾ ഞാൻ കുറേ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ, എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിപ്പോൾ അച്ഛൻ എന്നെ ഓരോ കാര്യങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിച്ച് 1 വർഷം കൂടെ അച്ഛൻ നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആ 1 വർഷം കൂടെ ഞാൻ നിന്ന്. അച്ഛൻ പറഞ്ഞു പിന്നെ എന്നെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെ 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 വർഷം. അപ്പോൾ കൊച്ചുമാത്തച്ഛൻ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ജോഷി കൊച്ചു വഴിയാട്ടിൽ അച്ഛൻ അവിടെ ഡയറക്ടറായിട്ട് വന്നു. അപ്പം അച്ഛൻ എന്നെ ഫുൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. പിന്നെ പനക്കരച്ഛൻ ഡയറക്ടറായിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കുക, നീ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുക. അങ്ങനെ അച്ഛൻ്റെ അവിടെ അച്ഛന്മാരുടെ ഊട്ടുശാലയിലെ ചാർജും കൂടെ എന്നെ ഏൽപ്പിച്ചു, സെക്യൂരിറ്റിയുടെ ഇൻചാർജായി ഏൽപ്പിച്ചു. പിന്നെ ഓൾറൗണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വിനോദിച്ചന്, നായിക്കമ്പറമ്പച്ചന്, ജോഷി അച്ഛനും കൊച്ചുമാത്തച്ഛനും ഇവരെല്ലാവരും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ അങ്ങനെ നിന്ന്. അപ്പോൾ വർഗീസ് അച്ഛനും പറഞ്ഞു നീ ഇവിടെ നിൽക്കുക. അങ്ങനെ നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് കൊറോണയുടെ കാലത്തൊക്കെ ഞാൻ കളറെ കിടന്ന് കഷ്ടപ്പെട്ട് എനിക്കും കൊറോണ പിടിച്ചു. ഞാൻ ഒരാൾ തന്നെ 10-20 അച്ഛന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു ആൾ പോലും ഇല്ലാതെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നേരം എനിക്ക് വീട്ടിലിങ്ങനെ സുഖമില്ലാടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീട്ടിലെ അസുഖങ്ങളും കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, എൻ്റെ കാര്യങ്ങളും ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. സാമ്പത്തിക കടബാധ്യത അങ്ങനെ ഉണ്ടായിരുന്നു, നാട്ടുകാരുടെ ബാധ്യതകളുള്ള പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ആൾക്കാരെ എന്നെ അന്വേഷിച്ച് അവിടെ വരികയും ചെയ്തു. അവിടെ വന്ന് സംസാരിച്ചു. അപ്പോൾ പനക്കരച്ഛൻ്റെ അടുത്തും പിന്നെ വിനോദിച്ചൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു അത് അവന് പൈസ ഇല്ല, ഇപ്പോൾ അവൻ എങ്ങനെയും ഉണ്ടാക്കി തന്നോളും, ഞാൻ നിൽക്കാൻ പറഞ്ഞു. അന്നേരമാണ് വീടിൻ്റെ ലോണ് ഞാൻ അടയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായി വന്നു. അങ്ങനെ വീടിന് ഞാനൊരു 17 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ എനിക്ക് പിന്നീട് അടയ്ക്കാൻ പറ്റാതെ വന്നു. അതിങ്ങനെ വന്ന് ഈ കഴിഞ്ഞ ഒരു 5 മാസം മുമ്പായിട്ട് 8 മാസം മുമ്പായിട്ട് ഇതിന് ജപ്തി വന്നു. ഇത് അവരൊരു ഫൈനാൻസിലാണ് നമ്മൾ ലോൺ എടുത്തിരുന്നത്. അപ്പോൾ ഫൈനാൻസിൽ ജപ്തിക്ക് വന്നു, ജപ്തി നോട്ടീസ് ഒട്ടിച്ചു, ജപ്തി ചെയ്യണമെന്ന് പറഞ്ഞു, ഞങ്ങളോട് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഭാര്യനെ കൊണ്ട് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുള്ളത്. അപ്പോൾ ഞാൻ ഡിവൈനിൽ നിന്ന് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ 1.5 വർഷം ഏകദേശം ഇപ്പോൾ 2 വർഷം ആകാൻ പോകുക. അന്നേരം ഞാൻ ഡിവൈനിൽ നിന്ന് ജോലി നിർത്തി ഞാൻ വീട്ടിലേക്ക് വന്നു. നമുക്ക് സുഖമില്ലായിരുന്നുകൊണ്ട്. ജോസഫ് ജെസ്സി ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. ഇവർക്ക് 2 ആൺമക്കളാണ്. അവർക്ക് പറയത്തക്ക രീതിയിലുള്ള ജോലിയൊന്നുമില്ല. ഒരാൾ ഒരു കടയിൽ നിൽക്കുന്നു, രണ്ടാമൻ +2 കഴിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെയും കുറേ ബാധ്യതകളായി. കടബാധ്യത പിന്നെയും മേടിച്ച് പിന്നെ നാട്ടുകാരും കുറേ എന്നെ സ്നേഹിതന്മാരെല്ലാം കുറേ പൈസ എനിക്ക് തന്ന് സഹായിച്ചു. ഞാനിങ്ങനെ കൊണ്ടുപോയി നടന്നു. ഇപ്പം പിന്നെ ഞാനിപ്പോൾ 1 വർഷമായിട്ട് ഫാദർ മുള്ളേഴ്സ് കൊണ്ട് അഡ്മിറ്റ് ആക്കിയപ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് തന്നെ അവിടെ ശ്വാസം മുട്ടലായി, ലെൻസിൽ വെള്ളം കിട്ടുന്നുണ്ടെന്ന്. അതിനെ അവിടെ കിടന്നപ്പോഴാണ് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആ ബ്ലോക്കിന് ആൻറ്റി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്യാൻ പറ്റാതെ വന്നു. പിന്നെ ഞങ്ങളവിടെ 10-15 ദിവസം 20 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. അങ്ങനെ അത് കുറഞ്ഞ് ലെൻസിലെ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇത് ആൻറ്റിയോ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളിക്കാരത്തേക്ക് പിന്നെയും കൂടുതലായി. പിന്നെയും ഞങ്ങൾ ICU കയറ്റി അവിടെ കിടത്തി. അത് കഴിഞ്ഞ് പിന്നെയും പുറത്തിറക്കി. ഞങ്ങൾ 15 ദിവസം അവിടെ കിടന്ന് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ എല്ലാ മാസവും തന്നെ ഞങ്ങളിപ്പം അവിടെ പോയി ചിലപ്പോൾ 3, 4, 5 ദിവസം 8 ദിവസം കൂടെ കിടക്കേണ്ടി വരും. അങ്ങനെ എനിക്കൊരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ചെറിയ കാർഡുണ്ടായിരുന്നു. ആ കാർഡിൻ്റെ പകരം എനിക്കൊരു 1.25 ലക്ഷം രൂപ അവിടെ നിന്ന് എനിക്കൊരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടി. ബാക്കി ഏകദേശം എനിക്കൊരു 7 ലക്ഷം രൂപയോട് ഞാനിപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പൈസയായി. അതിനകത്ത് എനിക്ക് അച്ഛന്മാരോട് ഫാദർ മുള്ളേഴ്സിൽ അച്ഛന്മാരോട് പറഞ്ഞിട്ട് അച്ഛന്മാരെനിക്കൊരു ചെറിയ പൈസ എനിക്ക് വിട്ടുവീഴ്ച തന്നു. ഏകദേശം 1 ലക്ഷം രൂപയോളം എനിക്കൊരു ഇളച്ച് തന്നു. ഇപ്പോഴും മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് ഒരു മരുന്നിന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ലെൻസിൽ വെള്ളം കിട്ടുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷന് ഏകദേശം ഒരു 20,000-25,000 രൂപ, ചില മാസം 30,000 രൂപ അതിന് ചിലവ് വരുന്നുണ്ട്. ചിലപ്പം 2-3 മാസം കൂടുമ്പോഴാണ് എടുക്കേണ്ടത്. ഈ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇപ്പം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് 3 മാസത്തോളമായി. ആ 3 മാസം മുമ്പേ പോയിട്ട് ഏകദേശം 24 ഇഞ്ചക്ഷനോടും അവിടെ ആശുപത്രി കിടന്നെടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അന്ന് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പൈസയായി. അന്നൊന്നും പൈസയൊന്നും ഇല്ല ഞങ്ങളുടെ അടുത്ത് ചിലവാക്കാൻ. 1 രൂപ പോലും കൊടുക്കാനില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാരും അയലോക്കംകാരൊക്കെ കുറച്ച് പൈസ തന്നു. പിന്നെ പള്ളിയിൽ അച്ഛൻ ഞങ്ങൾക്കൊരു ചെറിയ പൈസ തന്ന് സഹായിച്ചായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. ഇപ്പം ചികിത്സയ്ക്ക് മുമ്പോട്ട് കൊണ്ടാണല്ലോ ഒരു രക്ഷയില്ലാത്ത മാതിരി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് ഒരു മാസത്തെ മരുന്ന് മേടിക്കണം. ഏകദേശം 13,500 രൂപയുള്ള മരുന്ന് വേണം ഒരു മാസം. ഗുളിക തന്നെ കൊടുക്കണമെങ്കിൽ. അതായത് 9 കൂട്ടം ഗുളിക രാവിലെയും 11 കൂട്ടം ഗുളിക വൈകിട്ടും കഴിക്കുന്നുണ്ട്. ഇൻസുലിൻ വേറെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് കഴിഞ്ഞ് ആർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് കിഡ്നിക്ക് ഫങ്ഷൻ്റെ അതും നോക്കണം എന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ കിഡ്നിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഇവർക്ക് കരളിന് ചെറിയ വീക്കമുണ്ട്.
പിന്നെ നട്ടലിൻ്റെ ഇത് നോക്കിയപ്പോൾ നട്ടലിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റും, നട്ടലിൻ്റെ എല്ലുകൾ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ആ ഓപ്പറേഷന് ഏകദേശം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന പൈസയല്ല, വലിയ പൈസയാണ് അതിൻ്റെ ചിലവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്നു വെച്ചാൽ ആശുപത്രിക്കാരും കൂടി ചെയ്തുകൊണ്ട് നിങ്ങൾ പരമാവധി ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കിക്കൊണ്ട് ആശുപത്രി കുറച്ച് ദിവസം കൊണ്ടൊക്കെ അഡ്മിറ്റ് ആക്കുക. അഡ്മിറ്റ് ആക്കിയിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. അത് തുടങ്ങിയിട്ട് അത് എത്രത്തോളം രക്ഷപ്പെടുമെന്ന് നോക്കിയിട്ട് ഓപ്പറേഷൻ്റെ കാര്യം തീരുമാനിക്കാം. പക്ഷേ ആ ആശുപത്രി കൊണ്ട് കിടത്തുന്നതിനുള്ള പൈസയ്ക്ക് നല്ല പൈസ ചിലവാണ്. അത് ഇഞ്ചക്ഷനും കയറ്റണം, പിന്നെ നട്ടലിനകത്ത് കൂടെ ഒരു മരുന്ന് വേറെ സെപ്പറേറ്റ് കയറുന്നത്, അതിന് ഭയങ്കര പൈസ മുടക്കുള്ള മരുന്നാണ്. അത് ചെയ്ത് 3, 4, 5 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലാങ്കി എന്ന സ്ഥലത്താണ് ജെസ്സിയുടെ വീട്. ഇവരുടെ വീട്ടിൽ ഇവർ 9 മക്കളായിരുന്നു. 7 പെണ്ണും 2 ആണും. ഒരാളൊഴിച്ച് എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. ഒരാളുടെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞതേയുള്ളൂ. അതിനുശേഷമായിരുന്നു ജെസ്സിക്ക് അറ്റാക്ക് ഉണ്ടായത്. ആൻജിയോഗ്രാമിന് ശേഷം അസുഖം വീണ്ടും കൂടുകയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ നിന്നും സംഘടിപ്പിച്ച 1.5 ലക്ഷം രൂപയും മറ്റു രീതിയിൽ സംഘടിപ്പിച്ച രൂപയും ഒക്കെ ചേർത്താണ് ചികിത്സിച്ചത്. ഇപ്പോൾ മരുന്നിനും മറ്റുമായി മാസം 30,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ വീടിപ്പം ഇതിപ്പോൾ ഇങ്ങനെ ജപ്തിയിൽ വന്നുകൊണ്ടും പിന്നെ ഞാൻ എൻ്റെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് അവരുമായിട്ട് സംസാരിച്ച് 2026 വരെയും ഇവർക്കിപ്പം ഒരു കാരണവശാലും ഒരു പൈസ പോലും അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരൊരു റൗണ്ട് പലിശ വെച്ചിട്ട് 30 ലക്ഷം രൂപ ഞാൻ ഈ വീടിനും എൻ്റെ 10 സെൻറ്റ് സ്ഥലവും വീടിനും അവർക്ക് അടയ്ക്കണം, എന്നാലേ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് പഞ്ചായത്ത് മെമ്പർ 2026 വരെ ഒരു വർഷത്തെ ഒരു അവധി വേണം, അവധിക്കുള്ളിൽ എന്തെങ്കിലും ചെയ്തു തരാം, ഇല്ലെങ്കിൽ 2026 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി തന്നേക്കാം, വീട് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞിട്ടാണ് ഇപ്പം മെമ്പറുമായിട്ട് വെച്ച ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിലൊക്കെ പോയപ്പോൾ അവർ പല പ്രാവശ്യം വന്ന് ഇത് വീട് പൂട്ടിയിടാൻ വേണ്ടി നോക്കി. അപ്പം ഞാനിവിടെ വേറെ ഒരാളെ ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ അവരുള്ളതുകൊണ്ട് വീട്ടിലാളുള്ളതുകൊണ്ട് അവർക്ക് പൂട്ടാൻ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ മെമ്പറുടെ ഒറ്റ സമ്മർദ്ദം കൊണ്ടും അവർ ഇത്രയും നാളായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ പിള്ളേർക്കാണെങ്കിലും 2 പേർക്കും ചെറിയ ചെറിയ ജോലികളാണ് ഉണ്ടായിരുന്നത്. മൂത്തവന് എറണാകുളത്ത് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി കുറച്ച് നാൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആ ശമ്പളമൊന്നും വലിയ കൂടുതലായിട്ട് ഉണ്ടായില്ല. അവൻ്റെ ചിലവിനും ഇതിനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുറത്തേക്ക് പോകാനെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നോക്കി. പക്ഷേ അതിന് സാമ്പത്തികമായിട്ട് നമുക്ക് പിന്നോക്കം നമുക്ക് കൊടുക്കാനില്ല. പല ബിസിനസ് പല ജോലിക്കും അപേക്ഷകളൊക്കെ വന്നായിരുന്നു. 4 ലക്ഷം 5 ലക്ഷം ഒക്കെ കിട്ടണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പല സ്ഥലത്തുനിന്നും പൈസ വായ്പ മേടിച്ച് ഞങ്ങളൊരു 1 ലക്ഷം രൂപ ജോലിക്ക് വേണ്ടി മൂത്തവന് വേണ്ടി കിട്ടിയതാണ്. അത് പൈസ ഞങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടില്ല. ജോലിയുടെ കാര്യം ഇപ്പം വിളിക്കുന്നുമില്ല, അതങ്ങനെ പോയി. പിന്നെ ഇളയവനാണേലും എൻ്റെ ഭാര്യേനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇളയവനാണ് എൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടിരുന്നത്. അവനിപ്പോൾ അത്യാവശ്യം ജോലിക്ക് പോകാൻ പറ്റിയായിരുന്നു. കാരണം എനിക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ഉറക്കമൊക്കെ കളച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷുഗർ കയറി, എൻ്റെ BP എല്ലാം കൂടിപ്പോയി. അങ്ങനെ ഞാനിപ്പോൾ ഷുഗറിനും BP മരുന്ന് കഴിച്ചു. പിന്നെ പണ്ടേ എനിക്കൊരു 15 വർഷം മുമ്പായിട്ട് എനിക്കൊരു കിഡ്നിക്ക് അസുഖം വന്നിട്ട് ഞാൻ തീരെ മരിച്ചു പോയ ഒരാളാണ്. അതൊക്കെ അന്നാണ് ഞാൻ ഈ ഡിവൈനി ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ടാണ് എന്നെ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ജെസ്സി ആണേലും എൻ്റെ കൂട്ടത്തിൽ ധ്യാനത്തിന് പല പ്രാവശ്യങ്ങളും ഡിവൈനി വന്ന് പനക്കരച്ചനും നായ്ക്കുമറമ്പത്തിനൊക്കെ പ്രാർത്ഥിക്കുകയും പനക്കരച്ചനാണേലും നായ്ക്കുമറമ്പത്തിനാണെങ്കിലും എപ്പോഴും വിളിച്ച് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചികിത്സയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് മുന്നോട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ട് ഇപ്പം അന്ന് മരുന്ന് മേടിക്കാൻ പോലും ഒരു രക്ഷയില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ വീട്ടിലാണെങ്കിലും വലിയ സാമ്പത്തികമൊന്നുമില്ല. അവിടെ 7 പെൺമക്കളും 2 ആണുങ്ങളും ഉള്ളത്. അവർക്ക് ശരിക്കും മലയുടെ മണ്ടയ്ക്ക് ഒരു 10 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും ഉള്ളത്. അത് വഴിയൊന്നുമില്ല. ഞങ്ങളെല്ലാം 7 പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടതും ഞങ്ങളെല്ലാം ഒരാളും ഒരു രൂപ പോലും സ്ത്രീധനം മേടിക്കാതെയാണ് ഞങ്ങളെല്ലാവരും 7 പെണ്ണുങ്ങളെയും ഓരോരുത്തരും കിട്ടിയേക്കണത്. ഒന്നും മേടിക്കാതെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കല്യാണം കഴിച്ചേക്കണതാണ്. അപ്പം ചാച്ചൻ മരിച്ചുപോയി, അമ്മയുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അവർക്കാണേലും ഒരു പൈസ തന്ന് സഹായിക്കാൻ ആർക്കും അതിനുള്ള സാമ്പത്തിക ആർക്കും ഇല്ല. പിന്നെ എൻ്റെ വീട്ടിലാണേലും ഞങ്ങൾ 5 ആണും 2 പെണ്ണുങ്ങളുമാണ് ഉള്ളത്. ഞങ്ങൾക്ക് ഒരു 15 സെൻറ്റ് സ്ഥലമാണ്. ഞങ്ങൾ മലയുടെ കൊട്ടിയൂരാണ് ഞങ്ങൾ താമസിച്ചത്. മലയുടെ മണ്ടയ്ക്കായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത്. അതിനകത്തൊരു അന്ന് മലയുടെ മണ്ടയ്ക്ക് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അന്ന് ആരും എടുക്കാനും പറക്കാനൊന്നുമില്ല. പിന്നെ അവിടെ ഒരു കോറ നടത്തിക്കൊണ്ടെന്ന് അവർക്കാണ് ചെറുതായിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾക്കെല്ലാം ചെറിയൊരു 10-30,000 രൂപ വെച്ച് ഞങ്ങൾക്ക് വീതം തന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ 5 ആണുങ്ങളാണെങ്കിലും അവർക്കെല്ലാവരും കൂലിപ്പണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. ആർക്കും സാമ്പത്തികം തന്ന് സഹായിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഉള്ളവരല്ല. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവരുടെ ഭർത്താവ് ജോസഫ് കൊറോണയ്ക്ക് ശേഷം ഡിവൈനിൽ നിന്നും ജോലി മതിയാക്കി നാട്ടിലേക്ക് പോന്നിട്ട് ഏകദേശം 1.5 വർഷമേ ആയുള്ളൂ. ഇപ്പോൾ വരുമാനം ഒന്നും തന്നെയില്ല. മകന്റെ ജോലിക്ക് വേണ്ടി 1 ലക്ഷം രൂപ സംഘടിപ്പിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ജോലിയുമില്ല, പണവുമില്ല എന്ന സ്ഥിതിയിലായി. നാട്ടിൽ മുൻപ് 10 സെന്റ് സ്ഥലം വാങ്ങി ബാങ്ക് ലോണിൽ ഒരു വീട് വച്ചു. ഇപ്പോൾ 30 ലക്ഷം രൂപയോളം കുടിശ്ശിക വന്നതിനെ തുടർന്ന് ജപ്തിയുടെ വക്കിലാണ്. 2026 വരെ പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടൽ മൂലം അവധി വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അതിനുള്ളിൽ ലോൺ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കണം. രോഗിയായ ഭാര്യയെയും കൊണ്ട് എങ്ങോട്ട് പോകും എന്ന പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഈ മനുഷ്യൻ. എനിക്കിപ്പം ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് ഭക്ഷണം തന്നാൽ അത് മുഴുവൻ കഴിച്ചു തീർക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. വേഗം വന്ന് നടുവിൻ്റെ വേദന കാരണം കാലയിലേക്ക് ആ വേദന ഇങ്ങനെ വന്നിട്ട് നടുവിൻ്റെ വേദന വന്നിട്ട് എനിക്ക് ഇരിക്കത്തില്ല. ഓടി വന്ന് ഞാൻ കിടക്കും. ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെയാണ് പകുതി ഭക്ഷണം കഴിക്കുന്നത്. അതേപോലെയുള്ളൊരവസ്ഥയാണ്. എനിക്കൊന്ന് ഈ പരിക്കാത്തൂടെ അല്ല എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ അങ്ങനെയൊക്കെ ഞാൻ മെല്ലെ പിടിച്ച് ഭിത്തിയിലൊക്കെ പിടിച്ചങ്ങ് പോകും. കണ്ണിൻ്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു. ഈ കണ്ണൊട്ടും കാഴ്ചയില്ല. പിന്നെ ഉള്ളത് ഈ ഒരു കണ്ണാണ്. അതും മങ്ങാൻ തുടങ്ങി. അതിന് ഓപ്പറേഷൻ വേണമെന്ന് അവർ പറഞ്ഞു. അത് ഇതെല്ലാം കൂടെ ചെയ്ത് കാരണം അന്ന് നമുക്കൊന്നും പറ്റിയല്ല ഇത് ചെയ്യാൻ. അതുകൊണ്ട് വന്നു. പിന്നെ അതേപോലെ കിഡ്നിക്കും കരളിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ലെൻസിന് വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം ഒരു സൈഡിലേക്ക് തിരിഞ്ഞും കിടക്കാൻ പറ്റുന്നില്ല. ഉടനെ അപ്പുറത്തേക്ക് തിരിയണം, അവിടുന്ന് ഇങ്ങോട്ട് തിരിയണം. ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ കിടക്കണം, കിടക്കുമ്പോൾ നടക്കണം. അങ്ങനെ നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് ഉള്ളത്. എല്ലാ വഴികളും മുട്ടുന്ന ഒരു അനുഭവം വന്നപ്പോഴാണ് ഇവർ ഗുഡ്നസ് ടിവിയുടെ സമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇനിയിപ്പം മുമ്പോട്ട് ചികിത്സകൾ നിർത്താൻ പറ്റിയാൽ ഇതിങ്ങനെ ഏകദേശം ഡോക്ടർ പറഞ്ഞ ജനുവരിയുടെ മരണം വരെയും ചികിത്സകൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മരുന്ന് സ്ഥിരമായിട്ട് മുടക്കാതെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ മാസം മംഗലാപുരത്ത് വാസലി കൊണ്ട് അഡ്മിറ്റ് ആക്കണ്ടായിരുന്നു. പോകാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് പോയിട്ടില്ല. ഡോക്ടറോട് വിളിച്ചു പറഞ്ഞ് മരുന്നിന് വേറെ ഡോക്ടർ എഴുതി തന്നിട്ട് ആ മരുന്ന് മേടിച്ചിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യത്തിന് എന്നാലും ഞങ്ങൾക്ക് ഒരു മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഇവിടെ ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇവർക്ക് പിന്നെ പെട്ടെന്ന് സോഡിയം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ചുമ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചുമയാണ്. ചുമ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചുമ വന്നു കഴിഞ്ഞാൽ ചുമയങ്ങ് കൂടിയിട്ട് പിന്നെ ഭയങ്കരമായിട്ട് നിൽക്കാനും കിടക്കാനും ഇരിക്കാനും ഒന്നും പറ്റിയില്ലാത്തൊരു ചുമയങ്ങ് വരും, ചങ്കിനകത്ത് വേദനയും. അപ്പോൾ അത് അങ്ങനെ ഒരു പേടി സ്വപ്നം കൂടെ ഞങ്ങൾക്കുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ് വളരെയധികം സൂക്ഷിക്കണം, നിങ്ങൾ എപ്പോഴും ഒരാൾ കൂടുതലുണ്ടായിരിക്കണം, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പുള്ളിക്കാരത്തിക്കുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുന്ന ഒരു ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായി യാതൊന്നുമില്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികം പറ്റുന്ന രീതിയിൽ തന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവനാമത്തിൽ. ഈ അവസ്ഥയിൽ നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ സമക്ഷം ഞങ്ങൾ ഇവരുടെ അവസ്ഥ നേരിട്ടറിയിക്കുകയാണ്. നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ നന്മകളുടെ പ്രതിഫലനമായി ഇവരുടെ വേദനയിൽ ഒരു സഹായിയായി കൂടുവാൻ ഇതിൻ്റെ പ്രേക്ഷകർക്കാകുമെങ്കിൽ അത് വലിയൊരു ആശ്വാസമാകുമായിരുന്നു. തീർച്ചയായും നമ്മൾക്കതിന് കഴിയുമെന്ന് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് സസ്നേഹം ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ
680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ദേവസി ആന്റണി എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. അവർ കോടനാട് സ്വദേശികളാണ്. 2 മക്കളാണ് അവർക്കുള്ളത്. ഒരാൾ നേഴ്സിങ്ങിനും വേറൊരാൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസി ഒരു ഡ്രൈവറായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ രോഗം പിടിപെടാനായിട്ട് ഇടയായത്. ഇപ്പോൾ കിഡ്നി സംബന്ധമായ രോഗം മൂലം ഇപ്പോഴും 3 ഡയാലിസിസിന് അദ്ദേഹം വിധേയനായിട്ട് ഇരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് ടിവി അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ജനമധ്യത്തിലേക്ക് എത്തിക്കുന്നതിനും തയ്യാറായത്. അതിൻ്റെ ഫലമായിട്ട് 1,50,000 രൂപ പിരിച്ചു കിട്ടുകയുണ്ടായി. ഈ തുക ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ, ഗുഡ്നസ് ടിവിയുടെ അഭുദയകാംക്ഷികളായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഈ തുക ഞാനിപ്പോൾ ശ്രീ ദേവസിയാനിൻ്റെ ഭാര്യ ഷീബയ്ക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ നല്ല മനസ്സ് മൂലമാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇവർക്ക് ഇപ്പോൾ കൈമാറുന്നതിനുമായിട്ട് നമുക്ക് സാധിച്ചത്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത് എന്ന്. അപ്പോൾ ഈ ദേവസിക്ക് വേണ്ടി നിങ്ങൾ കാണിച്ച ത്യാഗത്തിനും നിങ്ങൾ തയ്യാറായ സന്മനസ്സിനും ദൈവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം നൽകാതിരിക്കുകയില്ല. നമ്മളുടെ ഈ ചെറിയ ഒരു സഹായം തീർച്ചയായിട്ടും ആ കുടുംബത്തിനും ആ വ്യക്തിക്കും വലിയ ഒരു സഹായമായി തീരും എന്നുള്ളതിന് തർക്കവുമില്ല. നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ദൈവസമക്ഷം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ആയുസ്സും ആരോഗ്യവും ധാരാളമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും സാധാരണക്കാരായ ആളുകളാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പല ആവശ്യങ്ങളും പല ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഇതിൽ സഹായിക്കുന്നതിന് തയ്യാറായത്. പലരും വളരെ നിർധനരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ക്ഷേമ പെൻഷനിൽ നിന്നും അതുപോലെ തന്നെ ചെറിയ വരുമാനത്തിൽ നിന്നുമൊക്കെയാണ് ഈ തുക സംഘടിപ്പിച്ച് തരുന്നതിനായിട്ട് അവരെല്ലാവരും തയ്യാറായതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പലരുടെയും ഫോൺ വിളിക്കുമ്പോൾ അവരോട് പറയുമ്പോഴൊക്കെ എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 53 വയസ്സുള്ള ദേവസിയെ ഇനിയും നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം രോഗസൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും അദ്ദേഹം വീണ്ടും എത്രയും പെട്ടെന്ന് കടന്നു വരുന്നതിന് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എൻ്റെ ഭർത്താവിന് ചികിത്സയ്ക്ക് സഹായിച്ച ഗുഡ്നസ് ടിവി ചാനൽ പ്രേക്ഷകർക്കും നല്ലവരായ എല്ലാ ജനങ്ങൾക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു.